കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. ഞാൻ 1-2 ആഴ്ചകളായിട്ട് എനിക്ക് വീഡിയോകളൊന്നും ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നായിരിക്കുന്ന കോട്ടയത്തെ വീട് എനിക്ക് മാറേണ്ടി വന്നു. അതിൽ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഉയരുന്നത് കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാനൊക്കെ അല്പം താമസിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് കൂടെ ആയിരിക്കണം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അല്പം നിങ്ങളോട് പങ്കുവയ്ക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് വരുന്നത്. ഒരു ഉപദേശ വിഷയം എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഒരു പ്രത്യേക വിഷയം, നിങ്ങൾ ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ആ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതായിരിക്കുന്ന കാര്യം സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. അതേ, കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ. നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഇതാരോട് പറയുന്നതെന്നറിയാമോ? നാണമില്ലാത്ത ജാതിയെ എന്ന് വിളിച്ചത് ഇസ്രായേലിനെയാണ് കേട്ടോ, നമ്മളെ അല്ല കേട്ടോ. ഇസ്രായേലിനെ വിളിക്കുക നാണമില്ലാത്ത ജാതിയെ എന്ന് വിളിച്ചിട്ട് പറയാണ്, നിർണയം ഫലിക്കുന്നതിന് മുമ്പേ, യഹോവയുടെ ഉഗ്ര കോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ തന്നെ കൂടി വരുവിൻ എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ ഇവരെ നാണമില്ലാത്ത ജാതി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കർശനമായിരിക്കുന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നത് എന്താ? അതെന്താണെന്ന് ഇവിടെ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിർണയം ഫലിക്കുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങൾക്ക് വന്ന് സംഭവിക്കുന്നതിന് മുമ്പേ കൂടി വരുവിൻ എന്നാണ് പറയുന്നത്. എന്താ നിർണയം? നാണമില്ലാത്ത ജാതി ഇസ്രായേലെന്ന് മനസ്സിലായല്ലോ. എന്താ ദൈവത്തിൻ്റെ നിർണയം? ദൈവത്തിൻ്റെ നിർണയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ അനർത്ഥം ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നു, ഒരു വലിയ നാശം സംഭവിക്കാനായിട്ട് പോകുന്നു. അതിനു മുമ്പേ കൂടി വരുവിൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴേക്ക് ഈ അനർത്ഥം എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇസ്രായേലിന് അനർത്ഥം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ചില തെളിവുകൾ കൊടുത്തു, ലക്ഷണങ്ങൾ കൊടുത്തു. ആ തെളിവ് എന്താ അറിയാമോ? പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യകാലത്തിൽ നീക്കിക്കളയും, എക്രോന് നിർമൂലനാശം വരും. അങ്ങനെ അതായത് ഇസ്രായേലിനെ ചുറ്റുമുള്ളതായിരിക്കുന്ന ചില ജാതികൾക്ക് ഗസ നിർജ്ജനമാകും. ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കണം. അതായത് 36-ാമത്തെ എപ്പിസോഡ്, എൻ്റെ 36-ാമത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമാകും, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് ചുറ്റുമുള്ളതായിരിക്കുന്ന കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഉള്ളതായിരിക്കുന്ന ജാതികൾ ഇസ്രായേലിനാൽ ഒരു ഏകദേശ നാശം ഭവിക്കും. ഇസ്രായേലിനാൽ തന്നെ ഒരു നാശം ഭവിക്കും. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നാളുകളിൽ കാണുന്നത് പിന്നെ ഏകദേശം ഇതിലെ ആ പ്രവചനം നിറവേറിയതാ. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമാകും. അതിപ്പോൾ ഏകദേശം നിറവേറിയില്ല. ഇനി എന്താ ഗസ ശൂന്യമാകാനുള്ളത്? ഞാൻ ഓർക്കുന്നു, ഈ 36-ാമത്തെ എപ്പിസോഡിൽ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ചിലർ അതിനകത്ത് കമൻ്റ് ഇട്ടു, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇതൊന്നും ഈ കാലത്ത് സംഭവിക്കേണ്ടതല്ല, ഇതൊക്കെ പണ്ട് സംഭവിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇനിയുള്ള ഏതോ ഒരു കാലത്ത് സംഭവിക്കാനുള്ളതാണ്. ഇപ്പോഴൊന്നും ഒരു ഗാസയും നിർജ്ജനമാകുകയില്ല, ഒരു ഗാസയ്ക്ക് നാശം വരികയില്ല, അതൊന്നും ഇപ്പോഴത്തെ കാര്യമല്ല എന്ന് ആ വീഡിയോയിൽ കമൻറ്റ് ഇപ്പോഴും കിടപ്പുണ്ടത്. നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. എന്നിട്ട് ആ വീഡിയോ ഇട്ടിട്ട് 5-6 മാസമായെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഗസയോട് നേരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാനിട്ട വീഡിയോയാണ്. എന്നിട്ട് ഇപ്പോൾ നോക്കിയേ, എന്തായി ഗസയുടെ സ്ഥിതി? എന്തായി? ഏകദേശം ശൂന്യമായില്ലേ? ഗസ ശൂന്യമായില്ലേ? ഇനി എന്താ ശൂന്യമാകാനുള്ളത്? തരിപ്പണമായി പോയില്ലേ? ആ ഗസയെ ഇനി പഴയ പടി ആക്കി തീർക്കണമെങ്കിൽ പല വർഷങ്ങൾ, അതായത് 10-15 വർഷങ്ങൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഇനി ആ ഗസയെ പഴയപടി ആക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ.
അത് ശൂന്യമായില്ലേ, പ്രവചനം നിവൃത്തിയായില്ലേ? അപ്പോൾ എന്താ ഇവിടെ ഇസ്രായേലിനോട് നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിനെന്ന് പറയാൻ കാരണം എന്നറിയാമോ? കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ളതായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരിക്കുന്ന രാജ്യങ്ങളുടെ മേൽ അനർത്ഥം വരുമ്പോൾ അതാണ് അവിടെ പറയുന്നത്. ആ 4 ഭാഗത്തുള്ള രാജ്യങ്ങളെക്കുറിച്ച് താഴേക്ക് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് 36-ാമത്തെ എൻ്റെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്, അത് കാണണമെന്ന് പറഞ്ഞ്. അതിലെ ഒരു ആദ്യത്തേത് നിറവേറി കഴിഞ്ഞു. ഗസ നിർജ്ജനമായി, അസ്കലോൻ ശൂന്യമായി, ഏകദേശം എല്ലാം ശൂന്യമായി, തവിട് പൊടിയായി എന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, ആ അനർത്ഥം യഹോവയുടെ ഉഗ്രകോപം വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ചുറ്റുമുള്ള രാജ്യങ്ങളിലൂടെ ഒരു പാഠം ഇസ്രായേലിനെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു മഹാദോഷം, തകർച്ച, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കരമായിരിക്കുന്ന ഒരു നാശം വരാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പേ കൂടി വരുവിൻ, യഹോവയെ അന്വേഷിപ്പിൻ. അല്ല, വായിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മേൽ അനർത്ഥമല്ലോ, കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. അതേ, കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം എന്ന മുന്നറിയിപ്പ്. ഞാൻ പറയുന്ന ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നടക്കുന്നതായിരിക്കുന്ന ഈ കാര്യങ്ങൾ, ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ ഇസ്രായേലിനെ കൊണ്ട് തന്നെ ദൈവം ന്യായവിധി ഇറക്കുന്നത് ദൈവത്തിൻ്റെ നിശ്ചയമാണെന്നേ. ദൈവത്തിന് നിശ്ചയ 1948 ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് ഇവിടെ തിരിച്ചു വരണമായിരുന്നു. ഈ പ്രവചനങ്ങളൊക്കെ നിറവേറാൻ ഇസ്രായേൽ തിരിച്ചു വന്നൊരു രാജ്യമായി തീർന്നെങ്കിൽ മാത്രമേ ഈ ഇസ്രായേലിനെ കൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേലെ ഈ പ്രവചനം നിവർത്തിക്കുന്ന പോലെ ആക്രമണം നടത്താനായിട്ട് ദൈവത്തിന് പറ്റുള്ളായിരുന്നു. അവർ തിരിച്ച് വന്നപ്പോൾ മുതൽ കർത്താവിൻ്റെ ഭരണമൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല. ഇതുവരെയും കർത്താവ് അവരിലേക്ക് ഇറങ്ങി വന്നിട്ടുമില്ല, അവരുടെ രാജാവായി തിരിച്ച് വന്നിട്ടുമില്ല. അത് വരണമെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം. ആ കാര്യങ്ങൾ സംഭവിക്കാനുള്ളായിരിക്കുന്ന നാളുകളിൽ അതിന് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തു. ചുറ്റുമുള്ളായിരിക്കുന്ന ഈ രാജ്യങ്ങൾ നിർജ്ജനമാകും, നിഷ്ഫലമാകും, അതിൽ ഭയങ്കരമായിരിക്കുന്ന അനർത്ഥം വരും. ഇതെല്ലാം കാണുമ്പോൾ ഇസ്രായേലെ, നാണമില്ലാത്ത ജാതിയെ, നിങ്ങൾ കൂടിയൊരുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ എന്ന് അവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ എന്താ ഈ ഇസ്രായേലിന് നാശം വരുമെന്ന് ഞാൻ പറയാൻ കാരണം? അത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ? അയ്യോ, ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഇസ്രായേലിന് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുതേ. ഞാൻ പറയുന്നത്, ദൈവത്തിന് അവരെ ശുദ്ധീകരിച്ച് അവരിൽ നിന്ന് കൊള്ളരുതാത്ത കേടുകളൊക്കെ നീക്കി കളഞ്ഞെങ്കിലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അവരെ കൊണ്ട് 1000 ആണ്ട് ഈ ഭൂമിയെ വാഴാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവരുടെ ഇടയിലേക്ക് ഒരു മഹാപീഡനം അയക്കുന്നത്. മഹാപീഡനം അവരുടെ ഇടയിലേക്ക് മാത്രമല്ല, സർവ്വലോകത്തിലേക്കും അയക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്, ചുറ്റുമുള്ള രാജ്യങ്ങൾ തകരുന്ന ഈ നാളുകൾ നിങ്ങൾ നോക്കി, നിങ്ങൾ തിരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ചേർന്ന് കൊള്ളുക എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് താഴെ എന്താണ് ആ മുന്നറിയിപ്പ് എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ തൊട്ട് താഴത്ത് 4-ാമത്തെ വാക്യം മുതൽ താഴേക്ക് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെ ഇസ്രായേലിനൊരു നാശം വരുന്നത്, എപ്പോഴാണ് ഇസ്രായേലിനൊരു നാശം വരുന്നത്, അത് നമ്മൾ ചിന്തിക്കണ്ടേ. അതാണ് ദൈവത്തിൻ്റെ മഹാപീഡന കാലഘട്ടം, അല്ലെങ്കിൽ മഹാക്രോധ ദിവസം, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, മഹാകോപ കാലഘട്ടം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സെഫന്യാവിൻ്റെ തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ ഞാനൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മഹാപീഡനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നൊരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ഇതേ പുസ്തകം തന്നെ, അതിൻ്റെ 1-ാം അധ്യായം 14 മുതൽ 18 വരെ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് കാണുവാനായിട്ട് പറ്റും. 14 മുതൽ 18 വരെ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ മഹാദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതാണ് മഹാപീഡന കാലഘട്ടം. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, യഹോവയുടെ നാൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ മഹാപീഡന കാലഘട്ടത്തെയാണ്. അപ്പോൾ അത് പറയുകയാണ്, യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പം അത് ബന്ധപ്പെട്ട് വരികയല്ലേ, അത് അത്യന്തം അടുത്ത് ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവുമുള്ള ദിവസം തന്നെ.
മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണത. അപ്പോൾ യഹൂദന്മാർക്ക് മാത്രമല്ല കേട്ടോ മഹാപീഡനം വരുന്നത്, സർവ്വഭൂമിയാണ്. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും, എടുത്തു പറയുന്നതുണ്ടോ, സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുകയാണ്, നാണമില്ലാത്ത ജാതിയെ, ഇസ്രായേലിനെ വിളിക്കുക, നാണമില്ലാത്ത ജാതിയെ, നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ, അതേ കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമാകും, അസ്തോദിനെ. ഞാൻ എന്തിനാ ഇത് പിന്നെയും വായിച്ചെന്നറിയാമോ? ഇത് ഇസ്രായേലിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. ലോകത്തിൽ എന്തൊരു അനർത്ഥം വരുമെങ്കിലും ആ വരുന്നതിന് മുമ്പ് ഏത് ഭാഗത്തായാലും, ഇസ്രായേലിന് മാത്രമല്ല കേട്ടോ, ലോകത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ എന്തെന്ത് അനർത്ഥം വരികയാണെങ്കിലും വരുന്നതിന് മുമ്പ് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നവർ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് ഒരു ദിവസം ഒരു നാശം വന്ന് ഭവിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി ദൈവത്തിനില്ല. ദൈവം എപ്പോഴും മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. മഹാപീഡനത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ആ മഹാക്രോധ കാലഘട്ടത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ക്രോധ കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 21-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അത് ഞാനൊന്ന് വായിക്കാം. 21-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം, ഏതിൻ്റെ? യെരുശലേമിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദിയിലുള്ളവൻ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. ഏതിൽ കടക്കരുത്? ഇസ്രായേലിൽ കടക്കരുതെന്ന് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്നത്. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പ് കൂടി വരുവാൻ പറയുന്നത്. ഏത് കാലത്തും ഒരു അനർത്ഥം ഏത് സ്ഥലത്താണേലും, ഏത് രാജ്യത്തിനാണേലും, ഏത് പട്ടണത്തിനാണേലും വരുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വ്യക്തമായിരിക്കുന്ന നിർദ്ദേശം കൊടുക്കും. നിർദ്ദേശം കൊടുത്തതിന് ശേഷം മാത്രമേ ആ ജാതിയോട് ദൈവം ഇടപെടുകയുള്ളൂ, അല്ലെങ്കിൽ ആ രാജ്യത്തെ നശിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ ദൈവത്തിന് ഇടപെടാനായിട്ടുള്ളത് ഒരു ജനത്തോട്, ഒരു ജാതിയോട് മാത്രമല്ല, പ്രത്യേകിച്ച് ആ ഒരു ജാതിയോടാണ്. യഹൂദന്മാരോട് ഇടപെടുന്നു എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, അനർത്ഥം ഭൂതലത്തിലും വരും, സകല ഭൂമിയിലും വരും, സകല ഭൂനിവാസികൾക്കും വരും. ഈ മഹാപീഡന കാലഘട്ടം ഇതിനു മുമ്പ് ദൈവം ലോകത്തിന് അതിൻ്റെ മുന്നറിയിപ്പുകൾ കൊടുക്കാതിരിക്കുകയില്ല, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇപ്പോൾ ഗസ ഏകദേശം നിർജ്ജനമായി. ഗസയിലെ യുദ്ധം അവസാനിക്കാറായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ന് രാത്രിയിൽ, അല്ലെങ്കിൽ നാളെ രാവിലെ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇറാനും ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കും. ഇറാനും ഇസ്രായേലുമായിട്ട് യുദ്ധം നടന്നാൽ എന്താ സ്ഥിതി? ലോകം രണ്ട് ചേരിയായിട്ട് തിരിയില്ലേ? ഇറാൻ്റെ കൂടെ റഷ്യ ഉണ്ടാകും, ചൈന ഉണ്ടാകും, പല അറബ് രാജ്യങ്ങളുണ്ടാകും. അങ്ങനെ വൻ ശക്തികൾ ഇറാൻ്റെ കൂടെ കൂടും, ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്ക കൂടും, മറ്റ് യൂറോപ്പിലെ ചില രാജ്യങ്ങളും കൂടും. നമുക്കറിയാമല്ലോ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ധാരാളം വീഡിയോകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കേൾക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ കാലുകുത്തിക്കുന്നത്. ഇതൊക്കെ ഞാനിതെല്ലാം വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് വളരെ സങ്കടമുണ്ട്, വളരെ വേദനയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ നാളുകൾ അതിഭീകരമായിരിക്കുന്ന നാളുകളാണ് പ്രിയമുള്ളവരെ. ദൈവം മുന്നറിയിപ്പ് തരാതെ ഇരുന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിൽ ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ്, കൊറോണ എന്നുള്ളതായിരിക്കുന്ന അനർത്ഥമൊക്കെ വരുന്നതിന് മുമ്പ്, കൊറോണ വന്നത് നമുക്കറിയാം 2020-21 കാലഘട്ടങ്ങളിലാണ്. എത്ര ലക്ഷം പേരാണ് മരിച്ചു പോയത്. മനുഷ്യനിനി സാധാരണ നിലയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ പറ്റുമോ എന്ന് സംശയിക്കുമാറ് കോവിഡ് എത്രമാത്രം അനർത്ഥമാണ് ലോകരാജ്യങ്ങളിൽ വിതച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഇത്
എപ്പോഴാണ് സംഭവിച്ചത്? 2020 മുതൽ. ഇതൊക്കെ ദൈവം തരുന്ന മുന്നറിയിപ്പല്ലേ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവം തരുന്ന മുന്നറിയിപ്പാണ്. വലിയ നാശത്തിൻ്റെ ചെറിയ സൂചനകൾ മാത്രമായി ഇതൊക്കെ. അത് മനസ്സിലാക്കുക. ഞാനിത് ഏകദേശം 2017, 18, 19 കാലഘട്ടങ്ങളിൽ ഈ കൊറോണയൊക്കെ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഞാൻ വലിയ അനർത്ഥം ലോകത്തിന് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഏകദേശം ഈ സമയത്തോട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് 2018 വീഡിയോ ഇട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ലോകത്തിലെങ്ങും അതിൻ്റെ ഒരു ധ്വനി പോലുമില്ല, അതിൻ്റെ ഒരു ചെറിയ ലക്ഷണം പോലും എവിടെയും കാണാനില്ല. എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടെ മുമ്പോട്ട് നീങ്ങുന്നു, യാതൊരു പ്രശ്നവും എവിടെയും പറയാനില്ല, എല്ലാവരും സ്വസ്ഥമായിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കുറേ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷെ ഞാൻ ആ വീഡിയോകൾ ഇപ്പോഴും എൻ്റെ പഴയ ഒരു ചാനലിൽ കിടപ്പുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ വീഡിയോകൾ അതെപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ഞാനത് വിശ്വസിക്കുന്നത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രവചനം പറയുകയുമില്ല, എനിക്കതിനുള്ള കഴിവുമില്ല. ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഏകദേശം ഈ സമയത്തോടെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് 7 വർഷം മുമ്പ് മഹാപീഡനം ഭൂമിയിൽ വരണം. ആ മഹാപീഡനം വരികയാണെങ്കിൽ അത് ഏകദേശം ഈ സമയത്തോടെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സംഭവിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ അന്ന് പറഞ്ഞതായിരിക്കുന്ന ആ കാര്യങ്ങൾ അന്ന് ഒരു അനർത്ഥവും ലോകത്തിലില്ലല്ലോ. കോവിഡ് പോലും വന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കോവിഡ് എന്ന മഹാവ്യാധി പോലും ലോകത്ത് വന്നിട്ടില്ല ഞാനിത് പറയുമ്പോൾ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ 2020 പിറന്നപ്പോൾ മുതൽ ഈ ലോകം അനുഭവിക്കുന്നതായിരിക്കുന്ന ഭയങ്കര അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദൈവം ലോകത്തിന് അനർത്ഥം വരുത്തുന്നതിന് മുമ്പേ ലോകത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടേ അത് ചെയ്യൂ. ഞാൻ കഴിഞ്ഞ വീഡിയോ ലോകത്തിൻ്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ നാളാകും എന്ന വീഡിയോ ആണ് ഞാനിട്ടത്. നിങ്ങൾക്കറിയാമല്ലോ നോഹയുടെ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. നോഹയുടെ കുടുംബത്തെയും രക്ഷിക്കാനായിട്ട് ഒരു പെട്ടകം പണിയാൻ നോഹയോട് എന്തിനാണ് പറഞ്ഞേ? അത്രയും വലിയൊരു പെട്ടകം പണിയാൻ ഏകദേശം 100 വർഷം എടുത്തു നോഹ. എന്തിനാ? ദൈവത്തിന്, നമ്മുടെ കർത്താവിനൊരു വാക്ക് കൽപ്പിച്ചാൽ പോരെ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നമ്മുടെ കർത്താവിന് ഒരു പെട്ടകം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? ഈ ആകാശവും ഭൂമിയും ഇതിലുള്ളായിരിക്കുന്ന സകല ഗ്രഹങ്ങളെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തിയ ദൈവത്തിന് നോഹയെ രക്ഷിക്കാൻ മനസ്സ് വെച്ചപ്പോൾ നോഹയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ വല്ല പാടുമുണ്ടോ? നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നൊന്ന് കൽപ്പിച്ചാൽ മതി. ഒരു പെട്ടകം നോഹയ്ക്ക് കുടുംബത്തിന് രക്ഷ പ്രാപിക്കാൻ, കുറേ മൃഗങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ ഒരു പെട്ടകം ഉണ്ടായി വരട്ടെ എന്ന് ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി. 100 വർഷം കഠിനാധ്വാനം ചെയ്ത് നോഹയ്ക്ക് പെട്ടകം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ദൈവം അങ്ങനെ ചെയ്തേ? അത് ലോകത്തിന് കൊടുത്ത മുന്നറിയിപ്പാണ്. ഈ 100 വർഷം പെട്ടകത്തിന് വേണ്ടി നോഹ പണിതുകൊണ്ടിരുന്നപ്പോൾ ലോകത്തോട് നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നാശം വരാൻ പോകുന്നു, രക്ഷപ്പെട്ടുള്ളൂ, ലോകം മുഴുവൻ വെള്ളത്താൽ മുങ്ങിച്ചാകാൻ പോകുന്നു, ഇന്ന് വരെ കാണാതായിരിക്കുന്ന വലിയ അനർത്ഥം ലോകത്തിന് വരാനായിട്ട് പോകുന്നു എന്ന് നോഹ 100 വർഷം പ്രസംഗിച്ചു. വെറുതെ പെട്ടെന്നൊരു ദിവസം അല്ല ജലപ്രളയം ഉണ്ടായത്, നശിച്ചതും. ദൈവം ലോകത്തിന് നോഹയിലൂടെ മുന്നറിയിപ്പ് കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് നോഹയോട് പറഞ്ഞ പെട്ടകം ഉണ്ടാക്കാൻ. 100 വർഷം എടുത്ത് ഒരു പെട്ടകം പണി തീർക്കാനേ നോഹയ്ക്ക്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ദൈവം കൊടുത്ത മുന്നറിയിപ്പിൻ്റെ കാലഘട്ടം. ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. നിങ്ങൾക്കറിയാമോ ലോത്തിനെ എന്തിനാ സോതോമിൽ കൊണ്ടുപോയി പാർപ്പിച്ചത്? ലോത്തിന് വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നോ? അന്ന് ജനങ്ങൾ വളരെ കുറവല്ലേ? എവിടെ വേണമെങ്കിലും ലോത്തിന് പോയി ജീവിക്കാമല്ലോ. പിന്നെ എന്തിനാ സോതോമിൽ കൊണ്ടുപോയി പാർപ്പിച്ചത്? സോതോമിലെ ലോത്തിനെ കൊണ്ടുപോയി പാർപ്പിച്ചത് ആ സോതോം ഗമോറ നിവാസികൾ സകല മ്ലേച്ഛതയിലും മുടിഞ്ഞുപോയ, അല്ലെങ്കിൽ ആ വിധത്തിൽ മ്ലേച്ഛരായിരിക്കുന്ന ഒരു ജനതയാണ്. അവരുടെ ഇടയിൽ ഒരു നീതിമാൻ ഉണ്ടായിരുന്നു, ഒരൊറ്റ നീതിമാൻ. ലോത്ത് നീതിമാനായിരുന്നു എന്നാണ് വായിക്കുന്നത്. ലോത്ത് നീതിമാനായിരുന്നു. അത് അവർക്കൊരു സാക്ഷ്യമായിരുന്നു, അവർക്കൊരു മുന്നറിയിപ്പായിരുന്നു. ഇത്രയും മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഈ പട്ടണങ്ങളിലെങ്ങും ലോത്തിനെ പോലെ ഒരു നീതിമാനില്ല, വേറൊരു നീതിമാനില്ല. അപ്പം ലോത്തുമായിട്ട് ഇടപെടുന്ന, ലോത്തിനെ കാണുന്ന ഏതൊരു മനുഷ്യർക്കും അറിയാം ലോത്തിൻ്റെ കുടുംബവും അവർ നീതിയുള്ളവരാണ്. ഇവരുടെ ആ സോദോം ഗമോറയിലെ മ്ലേച്ഛ പാവങ്ങളിൽ അവർ വീഴുന്നില്ല. ലോത്തിനെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ആ ജനതയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. ലോത്തിലൂടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ ലോത്തിനെക്കുറിച്ച് പത്രോസ് എഴുതുകയാണ്. സോദോം ഗമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച്
ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുക. അതൊരു ദൃഷ്ടാന്തമാണ് ലോകത്തിന്. സൊദോം ഗൊമോറ ഒരു ദൃഷ്ടാന്തമെന്ന് പറഞ്ഞത്, ലോകത്തിനൊരു ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. അതിന്നും ചാവുകടലായിട്ട് കിടക്കുകയല്ലേ. ഇത് കണ്ടാൽ പോരെ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഓർക്കാൻ? അവിടെ പറയുകയാണ്, ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും. ലോത്തിൻ്റെ കാര്യം ഈ പറഞ്ഞു വരുന്നത്. നാൾ തോറും സൊദോം ഗൊമോറയിലെ ജനത്തിൻ്റെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. നോക്കിക്കേ, ഇതെന്തിനായി ലോത്ത് അവിടെ തന്നെ പോയി താമസിച്ചത്? അത് ദൈവം അവർക്ക് കൊടുത്ത സാക്ഷ്യമാണേ. നീതിമാനായി ജീവിക്കുന്നവൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ ദുഷ്ടലോകത്ത് ദൈവം ന്യായം വിധിക്കും എന്നുള്ളതിന് സൊദോം ഗൊമോറക്കാർക്ക് ലോത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം മുഴുവൻ അവർക്കൊരു സാക്ഷ്യമായി, ഒരു പ്രസംഗം എന്ന പോലെ ലോത്തിനെ സൊദോം ഗൊമോറയിലാക്കി വെച്ചു. ഞാനതാ പറഞ്ഞേ, ദൈവം എപ്പോൾ ലോകത്തിന് അനർത്ഥം വരുത്തുമോ, അല്ലെങ്കിൽ ഒരു ദേശത്തിനാകട്ടെ ഒരു പട്ടണത്തിനാകട്ടെ അനർത്ഥം വരുത്തുമോ, അപ്പോൾ അതിന് മുന്നറിയിപ്പ് കൊടുക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇത് മഹാപീഡനം മുമ്പിൽ, നമ്മുടെ കൺമുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിക്കുന്നതായിരിക്കുന്ന ഇസ്രായേൽ യുദ്ധമൊന്ന് നടന്നു നോക്കട്ടെ, ലോകത്തിൽ എന്താ സംഭവിക്കുകയെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക. ഈ 2020 പിറന്നേ പിന്നെ ലോകത്തിന് നടന്ന സംഭവങ്ങൾ നോക്ക്. ഒന്നാമത്തത് ഒരു ഭയങ്കരമായിരിക്കുന്ന കോവിഡ് കാലഘട്ടം. എത്ര ലക്ഷം പേരാണ് മരിച്ചത്, എത്ര കുടുംബങ്ങളിൽ നിന്ന് എത്ര പേരാണ് മരിച്ചത്. ഇന്നും ഒരുപക്ഷെ അതിൻ്റെ പേരിലാണ് അനേകർ അറ്റാക്ക് വന്ന് മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുത്തതിൻ്റെ പേരിലാണെന്നൊക്കെ പറയുന്നു. വാക്സിൻ എടുത്തതിൻ്റെ പേരിലൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഹാർട്ട് അറ്റാക്ക് പഴയതിനേക്കാൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുക. അപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, കോവിഡ് വാക്സിൻ കൊണ്ടാണ് അനേകർക്കും പെട്ടെന്ന് അറ്റാക്ക് വരുന്നതെന്ന്. ഞാനങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. കോവിഡ് വാക്സിൻ ഒരുപക്ഷെ രക്ഷപ്പെടാൻ ദൈവം ഒരുക്കിയ ഒരു വഴിയാണ് ഗവൺമെൻറ്റുകളെ കൊണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അതെന്തും ആകട്ടെ. അപ്പോൾ ഒന്നാമത് സംഭവിച്ച കോവിഡ്, രണ്ടാമത് നോക്കിയേ പിന്നെ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം എപ്പോൾ തുടങ്ങിയതാ, ഇതുവരെ തീർന്നോ? ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞപ്പോൾ നോക്കിയേ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസുമായിട്ടുള്ളായിരിക്കുന്ന യുദ്ധം, അത് തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി, എത്ര ഭീകരമാണ് അവിടെ നടക്കുന്നത്. ഇനി ഒന്നും വേണ്ട, ലോകത്തിൽ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന അനർത്ഥം നോക്കിയാൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ജനിച്ച് വളർന്ന നാടാണ് വയനാട്. ആ ജനിച്ച് വളർന്ന നാട്ടിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഭയങ്കരമായിരിക്കുന്ന ഉരുൾപൊട്ടലുണ്ടായി. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിനു മുമ്പും ഉരുൾപൊട്ടലുണ്ടായി അല്ലേ? പല സ്ഥലങ്ങളിലും പല കുന്നുകളും ഇടിച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ നാശം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വലിയ നാശം ഏകദേശം 500 കുടുംബം പോയെന്നാണ് പറയുന്നത്. 500 കുടുംബം പോയി. അപ്പോൾ 500 കുടുംബത്തിൽ ഒരാൾ വെച്ചെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 500 പേര് പോയി. എന്നാൽ അതൊക്കെയാണോ? അതിൻ്റെയൊക്കെ അപ്പുറത്തായി കണക്ക്. ഇപ്പോഴും ഇന്നും ഞാൻ ഉച്ചയ്ക്ക് വാർത്ത കേട്ടപ്പോൾ ശവം ചാലിയാറിൽ നിന്നും ഒക്കെ കണ്ടെടുക്കുകയാണ്. അതായത് അഴുകി ഓരോ ശരീരത്തിൻ്റെ അവയവഭാഗങ്ങൾ കണ്ടെടുക്കുകയാണെന്നാണ്. എന്തൊരു സങ്കടകരമാണ് അല്ലേ? ലോകത്തിന് അനർത്ഥം വരും. എന്നോട് പലരും വിളിച്ചു ചോദിക്കുക, എന്താ ബ്രദറെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ധൈര്യപ്പെടുക, നിങ്ങൾ ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുക. നാളുകളില്ല. ലോകത്തിന് തരുന്ന മുന്നറിയിപ്പാണ് ഇത്. ഇപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി വരുന്നിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ഇസ്രായേൽ യുദ്ധം നടന്നാൽ ഹമാസുമായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തിയതുപോലെ ആയിരിക്കില്ല. ലോകം 2 ചേരിയിലായിത്തീരും. അതൊരു 3-ാം ലോക മഹായുദ്ധത്തിലുള്ളായിരിക്കുന്ന വഴി തുറക്കും. മനസ്സിലാക്കുക. ഞാനിത് എന്തിനാണ് പറയുന്നറിയോ? സമയമെടുത്തു, കാലമെടുത്തു. മഹാപീഡനത്തിൻ്റെ മഹാദുരിതത്തിൻ്റെ കാലം വരാനായിട്ട് പോവുക. നമ്മളാരും ചിന്തിക്കുന്ന പോലെയല്ല. സഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന ദിനങ്ങൾ വരും. സെക്രിയാപ്രവചനത്തിലെ വാക്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവിടെയൊക്കെ വായിക്കുന്നത് മലകളോടും, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന മലകളോടും കുന്നുകളോടും പറയും ജനങ്ങൾ, ഞങ്ങളുടെ മേൽ വീഴുവിൻ, ഞങ്ങളെ മൂടിക്കളവിൻ, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ രക്ഷിപ്പിനെന്ന. സെക്രിയാപ്രവചനത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത്, മനുഷ്യൻ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ കണ്ണ് തടത്തിൽ തന്നെ അഴുകിപ്പോകും. അവൻ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ നാവ് വായിൽ തന്നെ അഴുകിപ്പോകും. അവൻ്റെ മാംസം ചീഞ്ഞഴുകിപ്പോകും എന്നൊക്കെയാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്ന ഈ മഹാപീഡന കാലഘട്ടത്തിലെ ദുരിതങ്ങളെക്കുറിച്ച് വായിക്കുന്നത്. അയ്യോ പ്രിയമുള്ളവരെ,
സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. പക്ഷെ ഞാനിത് വിളിച്ച് പറയുമ്പോഴും ഇന്നും ഇസ്രായേലിലേക്ക് ജോലിക്ക് വേണ്ടി ഓടാനായിട്ട് ചെറുപ്പക്കാരികളടക്കം കാത്തിരിക്കുക. ഇന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയും പഠിത്തത്തിനുമായിട്ട് അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യന് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ബോധം വരുന്നില്ല. ഇതല്ലേ പണ്ട് സംഭവിച്ചത്? നോഹയുടെ കാലത്ത് സംഭവിച്ചത് തന്നെയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നോഹ 100 വർഷത്തോളം ഇത് പ്രസംഗം നടത്തിയിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടോ? ഒരു കുഞ്ഞെങ്കിലും മാനസാന്തരപ്പെട്ടോ? നീതിമാനായിരിക്കുന്ന ലോത്ത് നീതിയുള്ള ജീവിതം നയിച്ച് ആ ദേശത്തിൻ്റെ ദുഷ്ടത കണ്ട് മനസ്സ് നൊന്ത് പിടഞ്ഞിട്ടും ആ നീതിമാനായ ലോത്തിനെ പോലെ എനിക്കും ആയിത്തീരണം എന്ന് ചിന്തിച്ച് വന്ന ഒരു ഒറ്റ മനുഷ്യനുണ്ടോ? അബ്രഹാമും കർത്താവുമായിട്ട് വാദിക്കുന്നുണ്ട്. 50 നീതിമാന്മാർ, 40 നീതിമാന്മാർ, 30 നീതിമാന്മാർ പറഞ്ഞ് 10ലേക്കോ 5ലേക്കോ ഒക്കെ എത്തിയില്ലേ? അത്രയും പേരെ കണ്ടാൽ നീ അവിടെ കണ്ട നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല, നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, ലോത്തും തൻ്റെ 2 മക്കളും അല്ലാതെ, തൻ്റെ ഭാര്യയും അല്ലാതെ ആരുമില്ല. ആ ഭാര്യയും പോയി എന്ന് നമുക്കറിയാമല്ലോ. ഇല്ല, ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ സ്നേഹിതരെ, എന്നെ കേൾക്കുന്നവരെ, ഞാനൊന്ന് നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ ഒരുക്കിക്കൊള്ളുക. നിങ്ങൾ ദീർഘകാലത്തിൻ്റെ പദ്ധതികൾ തയ്യാറാക്കി കാത്തിരിക്കേണ്ട. നിങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കേണ്ട. ഇപ്പോഴും ദൈവദാസന്മാരെന്ന് പറയുന്ന പ്രസംഗകരായിരിക്കുന്നവരൊന്നും പലരും ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അവരിപ്പോഴും വലിയ പദ്ധതികളും പരിപാടികളൊക്കെ കണക്കുകൂട്ടി മുമ്പോട്ട് പോവുക. കർത്താവ് വരുമെന്നുള്ളതായിരിക്കുന്ന ചിന്ത പോലും ആർക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്നെ ഒരു സഹോദരൻ വിളിച്ചു. അപ്പോൾ ആ സഹോദരനും പറയുന്നത് ആ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ്. എന്താ ബ്രദറെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യർ പറയുന്നത് ഈ ദുരിതങ്ങളുണ്ടാകുമ്പോൾ, ഈ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, യുദ്ധങ്ങളുണ്ടാകുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമല്ല, ഇതൊക്കെ പണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ, ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല എന്നാ ഇതാ നോഹയുടെ കാലത്തും പറഞ്ഞത്. പിന്നെ മഴ ഇപ്പോൾ പെയ്യും. കാരണം അന്ന് വരെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യും, വെള്ളം പൊങ്ങുന്ന നോഹ പ്രസംഗിച്ചപ്പോൾ നോഹയെ ഭ്രാന്തനെന്ന് വിളിച്ച ജനസമൂഹമായി ഇന്നും ലോകത്തിലുള്ളത്. അന്നത്തെ ജനസമൂഹത്തിൽ നിന്ന് ഇന്നത്തെ ജനസമൂഹത്തിൽ ഒരു വ്യത്യാസം വന്നില്ല. കുറച്ചും കൂടിയൊക്കെ ഒരു ബുദ്ധി തെളിഞ്ഞു എന്നല്ലാതെ, എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ബുദ്ധി തെളിഞ്ഞു എന്നല്ലാതെ ദൈവികമായിട്ട് ആരും പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാനിതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ, സംഭവിക്കാൻ അടുത്തിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു. അതായത് മഹാപീഡനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കമാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ നോക്കി പഠിച്ചുകൊള്ളുക. കർത്താവ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? മത്തായി 24 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്തി ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ നോക്കി ഒരു ഉപമ പഠിക്കാൻ പറഞ്ഞ് ഞാൻ പലരോടും പറയാറുണ്ട്, ലോകത്തിൻ്റെ ഘടികാരമാണ് ഇസ്രായേൽ എന്ന രാജ്യം 1948 രൂപം കൊണ്ടപ്പോൾ മുതൽ അതിലേക്ക് നോക്കിയാൽ മതി. കർത്താവ് വരാനായോ? മഹാപീഡനം ആരംഭിക്കാനായോ? മഹാദുരിതങ്ങൾ ആരംഭിക്കാനായോ? കർത്താവ് വരുമോ? സഭയെടുക്കാൻ സമയമായോ? കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് ഈ ലോകത്തിലേക്ക് വരാൻ സമയമായോ എന്ന് ഒരു ഘടികാരം ലോകത്തിന് തന്നിരിക്കുകയാണ്. ഒരു ടൈം സൂചിക തന്നിരിക്കുകയാണ്. അത് ഇസ്രായേലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഇസ്രായേലിന് അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കാൻ പറഞ്ഞത്. ഇത്രയെല്ലാം ആ ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ട് ഇരുന്നിട്ടും മനുഷ്യന് ഒരു കുലുക്കവുമില്ല കേട്ടോ, ഒരു കുലുക്കവുമില്ല. ഇപ്പോൾ ഇന്നൊക്കെ കേട്ട വാർത്ത ഇസ്രായേലിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം റദ്ദ് ചെയ്തു എന്നാണ്. ഇനി അങ്ങോട്ട് പെട്ടെന്നൊന്നും പോകാനും വരാനും അവിടെയുള്ളവർക്ക് തിരിച്ചു വരാനും ഒന്നും പറ്റുകയില്ല. അത്ര വലിയ അനർത്ഥത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയുന്നത്, ഒന്നുണരൂ ദൈവജനമേ, ഒന്നുണരൂ, ലോകത്തോട് വിളിച്ച് പറയൂ. നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവ് വരാനായി, നമ്മുടെ രക്ഷിതാവ് വരാനായി, നമ്മുടെ രാജാതിരാജാവ് വരാനായി. സഭ ആ മഹാപീഡനത്തിന് മുമ്പ് ഈ ഉൽപ്രാവണത്തിലൂടെ സഭ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടാൻ കാലമായി. അത് കഴിഞ്ഞാൽ ഈ ലോകം തവിട് പൊടിയാകും. ലോകത്തിലെ ജീവിതം ഭയങ്കര അനർത്ഥങ്ങൾ കൊണ്ട് നിറയും. സമ്പാദ്യങ്ങൾക്ക് ഒന്നിനും രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ നമ്മൾ വായിച്ചാൽ എന്താ? അവരുടെ പൊന്നിനും വെള്ളിക്കും അവരെ രക്ഷിക്കാൻ പറ്റുകയില്ലെന്ന. അവരുടെ സമ്പാദ്യങ്ങൾക്ക്, പണങ്ങൾക്ക്, അവരുടെ ഭൂസ്വത്തുകൾക്ക്, അവരുടെ ഉറപ്പേറിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾക്കൊന്നും അവരെ രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. കോവിഡ് വന്നപ്പോൾ നമ്മളിത് കണ്ടതല്ലേ? കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ളവർ മരിച്ചു വീണില്ലേ? ഇത് സംഭവിക്കാനായിട്ട് പോകുന്നത് ലോകത്തിൽ വലിയ അനർത്ഥം വരാനായിട്ട് പോകുന്നു എന്ന് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരട്ടെ. 2020 മുതൽ ലോകത്തിൻ്റെ എൻഡ് ടൈമിലേക്കുള്ളായിരിക്കുന്ന മണി അടിച്ചു തുടങ്ങി.
എന്ന് പറഞ്ഞാൽ 2020 മുതൽ കർത്താവ് ലോകത്തിന് മുന്നറിയിപ്പ് തന്നു തുടങ്ങി. ഇതാ സംഭവിക്കാൻ പോകുന്നു, ഇതാ വലിയ അനർത്ഥം വരാൻ പോകുന്നു. എന്നിട്ടും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളും കർത്താവുമായിട്ട് തീർക്കുക. എനിക്കിത്രേ പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തു യേശുവിനെ വിശ്വസിച്ച് രക്ഷപ്പെട്ടവരല്ലെങ്കിൽ കാൽവരി കുരിശിലേക്ക് നോക്കി ആ പരമയാഗത്തിൽ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചുയർത്ത യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടില്ലെങ്കിൽ, ഇന്ന് തന്നെ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. അവനോട് പറയുക, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ, നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയവനും എനിക്ക് നിത്യമായിരിക്കുന്ന രക്ഷ നൽകിയവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് ഒന്ന് പറയാമോ? കാരണം ഇനി സമയമില്ല. ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രസംഗം ഇനി അധിക നാൾ നിങ്ങൾ കേൾക്കുകയില്ല. അതിന് സമയമില്ല. ഞാനത് ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടെത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുമോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കിയേ, നിങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്കിയേ, എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളുകളിൽ ക്രൂരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ വാർത്തയായിരിക്കും, അതിഭയാനകമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ വാർത്തയായിരിക്കും പശ്ചിമേഷ്യയിൽ നിന്ന് വന്ന് കേൾക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓർത്തുകൊള്ളുക. ഇതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയോട് പറഞ്ഞത്, ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് നാശം വരുമ്പോൾ നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ കൂടി വരുവിൻ. യഹോവയുടെ മഹാകോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാൻ വേണ്ടി യഹോവയെ അന്വേഷിപ്പിനെന്ന ജനത്തോട് പറഞ്ഞത്. നമ്മൾ വായിച്ച അതിൻ്റെ മേലത്തെ വാക്യം ഞാനൊന്നുകൂടെ വായിക്കട്ടെ. സെഫനിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവുമുള്ള ദിവസം തന്നെ. ആ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെക്കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് യഹോവയുടെ ദിവസം എന്ന് പറയുന്ന മഹാപീഡന കാലഘട്ടമായ 7 വർഷ പീരീഡിനെയാണ് യഹോവയുടെ ദിവസം എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറയാം, മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അതെങ്ങനെയാണ്? ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതായത് മനുഷ്യർ കുരുടന്മാരെ പോലെ തപ്പിത്തടഞ്ഞ് എന്ന് പറഞ്ഞാൽ ജീവിക്കാനും പറ്റില്ല, എഴുന്നേക്കാനും പറ്റില്ല, മരിക്കാനും പറ്റാത്ത ആ ഒരു കുരുടൻ്റെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരായിത്തീരുമെന്നാണ് ഞാൻ പറഞ്ഞില്ലേ, സഖരിയാ പ്രവചനത്തിലൊക്കെ വായിക്കുന്നത്. മനുഷ്യൻ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ കണ്ണിൽ തന്നെ കണ്ണിൻ്റെ തടത്തിൽ തന്നെ അവൻ്റെ കണ്ണ് ചീഞ്ഞഴുകിപ്പോകും. ഇതൊക്കെ ഞാൻ വായിക്കുന്നില്ല. ഞാൻ ഭീതിപ്പെടുത്തുകയല്ല. ഇസ്രായേലിനോട് പറഞ്ഞത് നമ്മളോടും കൂടെ പറഞ്ഞാന്നവർക്ക്. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ, യഹോവയുടെ ഉഗ്രകോപ ദിവസം വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ എന്ന് ഇസ്രായേലിനോട് പറഞ്ഞത് നമ്മോട് പറഞ്ഞതാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യമായിട്ട് പറയുന്നു. നമ്മളോടും കൂടെ പറഞ്ഞ, ഇസ്രായേലിനോട് മാത്രം പറഞ്ഞല്ല, നാണമില്ലാത്ത ജാതിയെ കൂടി വരുവിൻ, രക്ഷയ്ക്കായിട്ട് കർത്താവിനെ ആശ്രയിപ്പിൻ, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം പരമേൽപ്പിക്കുവിൻ. അതല്ല എങ്കിൽ വലിയ അനർത്ഥം സംഭവിക്കും, വലിയ നാശം സംഭവിക്കും. നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കിയാൽ മാത്രം മതി. ഈ നാളുകളിൽ ഇസ്രായേലിലേക്ക് നോക്കിയാൽ അത് ഘടികാരമാണ്. അത് ലോകത്തിൻ്റെ ഘടികാരമാണ്, ലോകത്തിൻ്റെ നാശത്തിൻ്റെ ഘടികാരമാണ്. അത് നിങ്ങളൊന്ന് എണ്ണിയാൽ മതി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്നവരാരും നാശത്തിലേക്ക് പോകരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ് ഞാൻ ഇത്രയും വിഷമത്തോടും ചിലപ്പോൾ ഭയങ്കര വിമിഷത്തോടും കൂടെ ഞാൻ പറയുന്നത്. ഒന്ന് രക്ഷപ്പെടൂ, ഒന്ന് കർത്താവിനെ അറിയൂ, നിങ്ങൾ സത്യവചനം അറിയൂ, യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരൂ. നിങ്ങൾ പള്ളിക്കാരാണ്, ആ പള്ളിക്കാരാണ്, ഈ പള്ളിക്കാരാണ്, ആ മതക്കാരാണ്, ഈ മതക്കാരാണ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ദൈവവചനത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ. അല്ലാതെ നിങ്ങളുടെ വലിയ നാശം വരുമ്പോൾ നിങ്ങളുടെ പള്ളിക്കാരോ നിങ്ങളുടെ സ്വന്തക്കാരോ അങ്ങനെയുള്ളവരൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങളെ തന്നെ രക്ഷിക്കാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക. ആ കാൽവരി കുരിശിലെ യാഗത്തിൽ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കണ്ടെത്തുക. ഇന്നെന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആരും നാശത്തിലേക്ക് പോകരുത്. ഈ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കട്ടെ. നാശം വന്നടുത്തിരിക്കുന്നു.
വലിയ അനർത്ഥം നമ്മൾ കാണാൻ പോകുന്നു. വലിയ നാശത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യ അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇസ്രായേലിലെ യുദ്ധത്തിൻ്റെ വാർത്തകൾ കേൾക്കുക. ഇനിയും സമയമില്ല എന്ന് എണ്ണിക്കൊള്ളുക. ഇനിയും ഞാൻ പറയുന്നത് ദൂരദേശങ്ങളിലേക്ക് ഉള്ള ഓട്ടങ്ങളും എല്ലാം നിർത്തിവെക്കുക. സമാധാനത്തോടെ കർത്താവിൻ്റെ കാൽപാദത്തിലേക്ക് വരിക. മക്കളെ ഇനിയും വലിയ നിലയിൽ പഠിപ്പിക്കാനും വലിയ നിലയിൽ ആക്കി തീർക്കാനും വലിയ വിദ്യാസമ്പന്നത അവർക്ക് കിട്ടേണ്ടതിനും US, കാനഡ അതുപോലുള്ളായിരിക്കുന്ന മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വിടാനൊക്കെ ഉള്ള ഒരുക്കം നടത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. സമയമില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധം പുറപ്പെട്ടാൽ എവിടെയും രക്ഷയില്ല. എവിടെയും പോയവർക്ക് തിരിച്ച് വരാൻ പറ്റുകയില്ല, വന്നവർക്ക് പോകാനും പറ്റുകയില്ല. എല്ലാ വിമാന സർവീസുകളും റദ്ദ് ചെയ്യും. എല്ലാം അടയും. കോവിഡ് ഒരു സൂചന മാത്രമായിരുന്നുവെങ്കിൽ ഇനി വരാനിരിക്കുന്നത് എന്താണോ അതിലൂടെ ദൈവം ലോകത്തോട് വിളിച്ചു പറയാൻ ഉദ്ദേശിച്ച അതിൻ്റെ പൂർണ്ണതയാണ് സംഭവിക്കാതിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലത്തും ദൈവം മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. മുന്നറിയിപ്പ് തരാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു മുന്നറിയിപ്പാണെന്ന് നിങ്ങൾ എണ്ണിക്കോളൂ. ഞാനത് ഉറപ്പിച്ച് പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്ന പോലും. കാരണം മഹാദുരിതത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പ് രക്ഷപ്പെടണ്ടേ? അതിനു മുമ്പ് ഈ വലിയ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടണ്ടേ? നമ്മുടെ കർത്താവിൻ്റെ നാട്ടിൽ പോകണ്ടേ? നമ്മുടെ കർത്താവിൻ്റെ തേജസ്സാർന്ന മുഖം കാണണ്ടേ? ആ വലിയ അനർത്ഥത്തിൽ പെട്ടുപോകാതിരിക്കാൻ രക്ഷപ്പെടാനാണ് ഞാൻ പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിൽ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കണ്ടെത്തി വിശ്വസിച്ച് ജീവിതം യേശു ക്രിസ്തുവിന് പരമേൽപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ യേശുവിനോട് യേശുവേ എൻ്റെ പാപങ്ങൾ എത്ര ഭയങ്കരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ കർത്താവെ നിന്നിൽ ചാരുന്നു. നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് നീ തീർത്തത്. നീ എൻ്റെ പാപത്തിന് വേണ്ടി ആ രക്തം ചൊരിഞ്ഞത്. എനിക്ക് എൻ്റെ നീതീകരണത്തിന് വേണ്ടിയാണ് നീ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, ഇന്ന് മുതൽ ഞാൻ നിനക്കുള്ളവളാണ്, ഞാൻ നിനക്കുള്ളവനാണ് എന്നൊന്ന് നിങ്ങൾ കർത്താവിനോട് സമ്മതിക്ക്. ഒന്ന് ഏറ്റു പറയേ. ഒരാത്മാവെങ്കിലും ഒന്ന് ഇത് കേട്ടിട്ട് രക്ഷപ്പെട്. കാരണം നാളുകൾ ഇനി സമാധാനത്തിൻ്റെ നാളുകളല്ല. നാളുകൾ ഇനി ദുരിതത്തിൻ്റെ നാളുകളാണ്. നിങ്ങൾ പറയും ഇന്ത്യയിലൊന്നുമില്ലല്ലോ, അതൊക്കെ അങ്ങ് പശ്ചിമേഷ്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ അല്ലേ, ഇന്ത്യയിൽ പ്രശ്നമൊന്നുമില്ലോ എന്ന്. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ പിന്നെ എന്താണ് ഇന്ന് ലോകത്തിൽ വാഹനങ്ങളൊക്കെ ഓടുന്നത് എണ്ണ കൊണ്ടല്ലേ? അവിടെ നിൽക്കില്ലേ? എല്ലാം നിൽക്കില്ലേ? എല്ലാ സർവീസുകളും നിൽക്കില്ലേ? എല്ലാ ഭക്ഷണ കയറ്റുമതികളും നിൽക്കില്ലേ? എല്ലാം തീ വിലയാവില്ലേ എല്ലാത്തിനും? ഒരു ലോകമായതുണ്ടായ ഇന്ത്യക്ക് പോലും നാശം വരില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓർക്കുക, ഈ നാശങ്ങളെല്ലാം നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇത് നിങ്ങൾ അവഗണിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.